സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമതു സിനിമ സിനിമ തുടക്കത്തിൽ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനെ തേടി പാറിപ്പോകണ്ടേ സിനിമ മാച്ചിരിമ സിനിമ മാച്ചിരിമ എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമാ സിനിമ ചിരിമ. വെൽക്കം ടു ഭീമ സിനിമ ചിരുമ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. മിമിക്രി ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തുകയും അവരുടെ കഥകളും അനുഭവങ്ങളും എല്ലാം പങ്കുവെക്കുകയും ചെയ്യുന്ന ഈ വേദിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു എഴുത്തുകാരനെയാണ്. പുള്ളി ചില്ലറക്കാരനല്ല. അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അതെനിക്ക് ഉറപ്പാ. അതാണ് ഇന്നത്തെ സർപ്രൈസ്. നിക്കറിട്ടുക വള്ളി നിക്കറിട്ടുക. അയ്യോ, വള്ളി നിക്കറ് കൊടുത്തില്ല. ഇന്നലെ എനിക്കൊരു ബോധോദയമുണ്ടായി. നല്ല കീറായിരുന്നല്ലേ? അതായത് സുരാജ് പറഞ്ഞത് കറക്റ്റാണ്, ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ ഞാൻ പറഞ്ഞത് മാത്രം ഈയിടെയായിട്ട് ഒന്നും കറക്റ്റ് ആവില്ല. ചെറുക്കന്റെ അച്ഛൻ എന്താ ജോലി? എന്റെ അച്ഛൻ അങ്ങ് ഫോറസ്റ്റിലേ. അല്ല, ഈ വക കാര്യങ്ങളൊന്നും നീ എന്നോടൊന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ആ നിക്കറൊന്ന് ഊരി തരും. അമ്മ, ഇതാരും നോക്കിയാണ്. ഇതാണ് കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം. ഭീമാ സിനിമ ചിരിമ. ഭീമ സിനിമാ ചിരിമയിലേക്ക് ഏവർക്കും സ്വാഗതം. 2 വർഷം മുൻപ് ഞാനൊരു ചലച്ചിത്ര നടൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതുകയുണ്ടായി. അതിനുശേഷം ഈ അടുത്ത കാലത്ത് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കുകയും MP ആവുകയും ഒക്കെ ചെയ്തു, ശ്രീ ഇന്നസെൻ്റ്. അതുപോലെ ഈ അടുത്ത കാലത്ത് ഞാൻ മറ്റൊരു ചലച്ചിത്ര നടൻ്റെ ജീവിതാനുഭവങ്ങൾ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതുകയുണ്ടായി. അത് മറ്റാരുമല്ല, സുരാജിൻ്റെ ചിരിമയം. ഈ പുസ്തകത്തിനാണ് ഞാൻ അവതാരിക എഴുതിയത്. ഈ പുസ്തകവും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇത് സുലഭമാണ് മാർക്കറ്റിൽ. 2 വർഷം കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സുരാജും ഒരു MP-യോ MLA-യോ മന്ത്രിയോ ഒക്കെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സുരാജിനെ ഞാൻ വേദിയിലേക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. സുരാജിൻ്റെ പുസ്തക പ്രകാശനത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. അവതാരിക ഞാനാണ് എഴുതിയെങ്കിലും എനിക്ക് വരാൻ പറ്റിയില്ല. അവതാരിക എഴുതിയത് ഞാൻ വായിച്ചു, മനോഹരമായിട്ടുണ്ട്. ഓക്കെ. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളിൽ ചിരിയും ഒപ്പം കണ്ണുനീരിൻ്റെയും എല്ലാം കലർത്തിയിട്ടുള്ള ബുക്കാണ് ചിരിമയം. അപ്പോൾ വിപണിയിൽ സുലഭമാണ്, തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങി വായിക്കുക. ഇന്ന് സുരാജ് ഇവിടെ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ സുരാജിൻ്റെ നാട്ടുകാരനും സുരാജിൻ്റെ അടുത്ത സുഹൃത്തും സുരാജിനോടൊപ്പം ഒരുപാട് മിമിക്രി വേദികളിൽ പങ്കെടുത്തിട്ടുള്ള സിനിമയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന മിമിക്രി കലാകാരനുമായ വെഞ്ഞാറമ്മൂട്ടുകാരൻ ശ്രീ നോബി ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക്. നോബിയുടെ ഏറ്റവും പുതിയ ചിത്രം ആംഗ്രി ബേബി അല്ലേ? ആംഗ്രി ബേബി. അതിനു മുൻപ് ഓക്കെ, ഫഹദിൻ്റെ കൂടെ. ഓക്കെ. അപ്പോൾ ഇനിയും ഒരു വെഞ്ഞാറമൂട്ടിൽ എനിക്ക് ഭാര്യയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അടുത്ത് നോബി, എൻ്റെ അനുജന്റെ കൂട്ടുകാരനാണ്. നിങ്ങൾ ഒരുപാട് മിമിക്രിയിൽ ഒരുപാട് വേദിയിൽ ഗുരുനാഥനാണ്. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടി. പക്ഷെ ഗുരുവിനെ ചവിട്ടിക്കൊണ്ടാണ് ഇപ്പൊ സിനിമയിലേക്ക് ഈട്ടിച്ച് കയറിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഉഗ്രം കൊമേഡിയൻ സുരേട്ടൻ പ്രോലം അത് കാണാനായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ വിളിച്ചൊക്കെ പോയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കഥയൊക്കെ തുറന്ന് ഒരുപാട് സ്ഥലത്ത് സുരേട്ടൻ്റെ പ്രോഗ്രാം, സുരാജേട്ടൻ, മണിക്കുട്ടൻ ചേട്ടൻ, പിന്നെ നിഖിലേട്ടൻ, സലീമേട്ടൻ, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, സെന്നണ്ണൻ. ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഗുരുക്കന്മാരായിട്ട്. അതെ, അത് നമ്മളെപ്പോഴും നമ്മളുടെ അടുത്ത് ഒരു കലാകാരൻ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഞങ്ങളൊക്കെ അനീഫ്ക്കെ കണ്ടിട്ടാണ് നമുക്കൊക്കെ ഒരു ആവേശമുണ്ട്. അനീഫ്ക്കെ ഇങ്ങനെ ബൈക്കിന് പോകുമ്പോൾ ഞാനെല്ലാവരും ഇങ്ങനെ ആരാധനയോട് നോക്കി വരുന്നത്. അതുപോലെ സുരാജ് പോകുമ്പോഴും നിങ്ങളിങ്ങനെ. സുരാജേട്ടൻ അന്ന് കാണുമ്പോഴും ഞങ്ങൾക്കൊരു ഭയമുണ്ട്, ഇന്ന് കാണുമ്പോഴും ഒരു ഭയമുണ്ട്. എന്താ അങ്ങനെ ഭയങ്കര അല്ല, അന്നൊരു പേടിയുണ്ട് സുരേട്ടന്. കാര്യം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഈ
നമുക്കൊരു മത്സരത്തിന് കാണണം ജഡ്ജസ് ആയിട്ടിരിക്കും. പിന്നെ അവിടെ ഒരു ഇതുണ്ട്, എവിടെ മത്സരത്തിന് മിമിക്രിക്ക് ഫസ്റ്റ് സുരാജ് ഉണ്ടാണ്. പിന്നീട് ഞങ്ങൾക്കൊരു ഭയമാണ് അവിടെ. ഞങ്ങൾക്ക് മത്സരിക്കാൻ, ഞങ്ങളന്ന് കുഞ്ഞാണ്, ഞങ്ങൾക്ക് മത്സരിക്കാൻ പോകാൻ ഒരു പേടി. സുരാജെണ്ണ ഉണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് പോകില്ല. അല്ല, ഞാൻ ഒരു പരിധിയായപ്പോൾ എനിക്ക് തന്നെ തോന്നി എവിടെ ക്ലബ്ബിൽ പോയാലും എനിക്ക് തന്നെ ആയിരിക്കും ഫസ്റ്റ്. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ നമ്മുടെ ആ ഏരിയയിലുള്ള ക്ലബ്ബുകളിൽ പിന്നെ മത്സരിക്കും. കാര്യം പുതിയ ആൾക്കാരൊക്കെ ഒരു അവസരം വേണം. പിന്നെ ഞാൻ ജഡ്ജായിട്ട് പോകും. അപ്പോഴൊക്കെ ഇവരൊക്കെ വിറച്ചെന്ന് നേരത്തേക്ക് വന്ന് കാണും. ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വേറെ ഒന്നും പറഞ്ഞു കളയുന്നത്. സംതിങ് ഒക്കെ വാങ്ങിച്ച സമ്മാനം ആ പരിപാടിയില്ല, നമുക്ക് പെർഫെക്റ്റിന് കൊടുക്കുക. എൻ്റെ അനിയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങൾ വീടും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. സുരാജിന്റെ ഈ ചിരിമയത്തിൽ ഒരുപാട് കഥകളുണ്ട്. ഞാൻ വായിച്ചത് ഒരുപാട് ചിരിച്ചതാണ്. അതിലെനിക്ക് ഏതെങ്കിലും ഒരു കഥ ഇപ്പോൾ ആളുകളുമായിട്ട് ഷെയർ ചെയ്യാം? തീർച്ചയായിട്ടും അത് പറയാം. അത് ഒന്ന്, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റേജ് ഷോ. അതായത് പ്രൊഫഷണലായിട്ടല്ല, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി ഇതിലിങ്ങനെ ക്രൈസ് കയറി സാറിൻ്റെ നിന്നൊക്കെ കാസറ്റിൽ നിന്നും ഇതെല്ലാം ഇട്ട് മോഷ്ടിച്ച് ഒരൈറ്റം എഴുതി ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് തന്നെ സ്റ്റേജിൽ ചെയ്യണം. അങ്ങനെ 4 പേര് വെഞ്ഞാറമൂട്ടിൽ നിന്ന് കയറി കരകുളത്താണ് പ്രോഗ്രാം. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ പോകുന്നു. കരകുളത്ത് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ പാട്ട് കേൾക്കുന്ന മകളെ പാതി മലരെ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാട്ട് തീരുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഞാൻ ചോദിച്ചപ്പോൾ വഴിയിലുള്ള ഒരാളുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പാട്ട് കേൾക്കുന്ന സ്ഥലത്താണ് സ്റ്റേജ് എന്ന് പറഞ്ഞു. അങ്ങനെ ഏല വഴിയൊക്കെ ഓടി റബ്ബറും കാട് വഴിയൊക്കെ ഇറങ്ങി കറക്റ്റ് അവിടെ ചെന്നു. അതുകൊണ്ട് ആ പാട്ട് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ ചെന്ന് ഷോ തുടങ്ങാൻ നേരത്ത് പെട്ടെന്നാണ് അറിയണത്, ദൈവമേ ഒരു ഐറ്റം ചെയ്യണം. കിറ്റക്സ് ലുങ്കിയുടെ പരസ്യം അറിയാലോ, മറ്റേ പൂവ് ചൂടിവാ ചൂടിവാ. അപ്പൊ അതിനെ കോമഡി ആക്കിയിട്ട് അവസാനം നിക്കറിട്ടുവ വള്ളി നിക്കറിട്ടുവ. അപ്പൊ അതിന് വള്ളി നിക്കർ വേണം. അവിടെ ചെന്നപ്പോഴാണ് ആലോചിക്കുന്നത്, ദൈവമേ വള്ളി നിക്കറില്ലല്ലോ, ഇത്രയല്ലോ പാലക്കരയിൽ നിക്കറില്ല. അങ്ങനെ ആ പഞ്ചായത്തിലുള്ള മിക്ക പറമ്പിലുള്ള പല വീടുകളിലും നമ്മൾ കയറി ഇറങ്ങി. പ്രോഗ്രാം തുടങ്ങാൻ പോകണം. അപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരും അവരെല്ലാവരും പറഞ്ഞു, അയ്യോ സുരാജ കാക്കി നിക്കർ വേണമെങ്കിൽ തരാം, അല്ലാതെ വള്ളി നിക്കർ കിട്ടാൻ ഒരു നിർവാഹമില്ല. വള്ളി നിക്കറില്ലെങ്കിൽ അതിന് കൈയടിയും കിട്ടത്തില്ല. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനായിട്ട് വന്ന് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് വള്ളി നിക്കറും ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യണം ദൈവമേ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പ് ഒരു അപ്പൂപ്പൻ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് കിടന്ന് പ്രാർത്ഥിക്കുന്നു. കിടക്കാൻ നേരത്ത് ഞാൻ കണ്ടു വള്ളി നിക്കറുണ്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ചോദിക്കണം. പക്ഷെ ഇങ്ങനെ നിൽക്കുകയാണ്, ആൾക്കാർ തള്ളലുണ്ട്. അപ്പോൾ അവിടെ അനൗൺസ് ചെയ്ത് തുടങ്ങി, പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ ഐറ്റവും കണ്ട് വള്ളി നിക്കർ കണ്ട്, ഇനി എനിക്ക് ഇത് ഊരി വാങ്ങിക്കണം. അപ്പോൾ ചെന്ന് ഇങ്ങനെ വരുമ്പോൾ അമ്മാവൻ വീണ്ടും അവിടെ നിന്ന് കഴിക്കും. പിന്നെ ഇങ്ങനെ ആവും, ഇങ്ങനെ ആയി, പിന്നെ ഇങ്ങനെ തൊഴിൽ, പിന്നെ ഇത് കംപ്ലീറ്റ് തൊഴുന്ന സ്ഥലത്ത് ഞാൻ പുറകെ പോകും. ചെന്നിട്ട് ഒരു സ്ഥലത്ത് ആ കാവിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയപ്പോൾ അവിടെ ആരുമില്ല, ഏകദേശം ഒരു ഇരുട്ടാണ്. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തല്ലേ നീ കുറേ നേരം ഉണ്ട് എൻ്റെ പുറകെ കിടക്കുന്നു. അല്ല അപ്പൂപ്പ, എനിക്ക് ആ നിക്കറൊന്ന് ഊരിത്തരും. അപ്പൂപ്പ ഇട്ടേക്കുന്ന വള്ളി നിക്കറൊന്ന് ഊരിത്തരും. ഇവിടെ ആൾക്കും പൊക്കോ നീ, ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യരെ എൻ്റെ നിക്കർ ഊരാൻ പറഞ്ഞിട്ടില്ല. നീ എൻ്റെ ചെറുമോൻ്റെ പ്രായമുള്ള പൊക്കോടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല അപ്പൂപ്പ, എൻ്റെ ഈ പ്രോഗ്രാമിനാണ്, അതിൽ ആ വള്ളി നിക്കറിൻ്റെ ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്നും പറ്റില്ല, നിൻ്റെ ഒക്കെ ഐറ്റത്തിന് വേണ്ടിയിട്ട് എൻ്റെ വള്ളി നിക്കർ ഊരാ. എനിക്ക് ഇവിടെ ക്ഷേത്രത്തിലടുത്ത് പരിപാടിയുള്ളതാണ്. അപ്പോൾ ആനയുടെ പരിപാടിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. ഇല്ല മാമ, എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്, ഇത് എപ്പോൾ തിരിച്ചു തരും, എനിക്ക് ആ കൂടി പറഞ്ഞേ ഉള്ളൂ, ഇത് ഞാൻ ഊരി തന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ ഇത് നടക്കും. ഇല്ല മാമ, ഞാൻ ഇപ്പം തന്നെ തരാം പോവാ പ്ലീസ് എന്ന് പറഞ്ഞ് വിളിച്ച് സ്റ്റേജിൻ്റെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുടഞ്ഞ് ഊരിയിട്ട് എന്ന് ഞാൻ കുടഞ്ഞിട്ട് റെഡി പ്രോഗ്രാം തുടങ്ങിക്കുക. അപ്പം ഇത് ഇപ്പം തന്നെ കൊണ്ടുവരണം, ഞാൻ അവിടെ തന്നെ ഇരിക്കും, ഇത് നിൽക്കറില്ലാതെ എനിക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ്. സ്റ്റേജ് ഷോ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ വെപ്രാളത്തിൽ ആദ്യത്തെ പരിപാടിയല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ വള്ളി നിക്കറിൻ്റെ ഐറ്റം കാണിക്കുന്നു, ഗംഭീര കൈയടി, പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഈ നിക്കർ എവിടെയാണ് ഊരിയിട്ടതെന്നുള്ളത് ഞാനും അങ്ങ് മറന്നുപോയി. നിക്കറില്ലാതെ അപ്പൂപ്പനും പോവില്ല. അപ്പോൾ അപ്പൂപ്പനെ പിന്നെ അങ്ങ് മറന്നുപോയി. കാര്യം പരിപാടി ഇരുന്ന ആൾക്കാരൊക്കെ വന്ന് ചിരിച്ച് കളിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ മൈക്ക് അനൗൺസ് കേൾക്കുന്നത്, ശശിധരൻ പിള്ള ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജുമായി ബന്ധപ്പെടുക, ആനപ്പുറത്ത് കയറാനുള്ളതാണ്, തിടമ്പെഴുന്നള്ളിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇതാരാ ശശിധരൻ. അപ്പം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നപ്പോഴാണ് ഒരാൾ വന്നിട്ടുണ്ട്, പറഞ്ഞു, ദേ ഒരു കിളവ് നിന്നെ തിരക്കുന്ന സ്റ്റേജിൻ്റെ ബാക്കിലുണ്ട്. അയ്യോ, വള്ളി നിക്കർ കൊടുത്തില്ല. അപ്പം ഞാൻ ചെന്നപ്പോൾ ഈ ആനയുടെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ആനയുടെ പരിപാടി
തുടങ്ങിക്കഴിഞ്ഞ്. ആനപ്പുറത്ത് തടമ്പഴുന്നു. തിടമ്പിൻ്റെ പരിപാടി കഴിഞ്ഞ് വേറെ ആൾ. അപ്പോൾ ഇതല്ല ശശിധരൻ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഉണ്ടോയെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നിക്കറ് ക്ഷമിക്കണം, ഞാൻ ശകലം വൈകിപ്പോയി. അപ്പോൾ എല്ലാവരും കൂടെ നമ്മളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ്. ഇതാ പിടിക്കണം, നിക്കറ് വാങ്ങിക്കാം, എനിക്ക് 500 രൂപ തരണം നീ. ഞാൻ പറഞ്ഞു നേരത്തെ പൈസയൊന്നും പറഞ്ഞില്ലല്ലോ, ആ കൂടി പ്രോഗ്രാമിന് കിട്ടിയ 100 രൂപ. പിന്നെ എങ്ങനെ അപ്പൂപ്പന് 500 രൂപ വരും? എന്തോന്നാ പോവാ? എടേ, എനിക്കിപ്പോൾ ആ തിടമ്പഴുന്നാളിലേക്കാണ് ഞാനാണ് പോകേണ്ടായിരുന്നു, ഇപ്പം എനിക്ക് പോകാൻ പറ്റില്ല. അതെന്താ അപ്പൂപ്പന് കയറിക്കൂടെ ആയിരുന്നു? നിക്കറില്ല എങ്ങനെ ആനപ്പുറത്ത് കാലം വീശി കയറുന്നു, അതുകൊണ്ട് നീ 500 രൂപ തന്നെ പറ്റൂ. പുള്ളിയുടെ പടി മുടക്കി അങ്ങനെ ആദ്യത്തെ സ്റ്റേജിലെ അനുഭവം അതെല്ലാം ഈ ചിരിമയം എന്ന് പറയുന്ന ബുക്കിനകത്തുണ്ട്. ഇതല്ല, ഇതിനേക്കാൾ ഗംഭീര കഥകളുണ്ട്. ഈ നോബിയായിട്ട് സ്റ്റേജിൽ ഒരുമിച്ച് പോയിട്ടുണ്ട്. ചേട്ടൻ, ഞാൻ, സുരേന്ദ്രൻ, ആരോണ്, ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വെഞ്ഞാറമൂട് ഒരു റെസിഡൻസിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഈ വെഞ്ഞാറമൂട് ആസ്ഥാന അനൗൺസറാണ് സുരാനൻ. ഏത് വണ്ടിയിലും സുരാൻ്റെ ശബ്ദമുള്ളൂ. ഫീമെയിൽ മെയിൽ വോയിസിൽ ഇങ്ങനെ അനൗൺസ്മെന്റ്. അപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് സുരാന എല്ലാ പാർട്ടിക്കും സുരാൻ. എൻ്റെ അനിയനും കൂടെ ഒരു കുഞ്ഞു ട്രൂപ്പുണ്ട്, മാട്ട മാതിരി. അപ്പോൾ ഇവൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഫസ്റ്റ് നമ്മളൊന്ന് അനൗൺസ് ചെയ്യണം, റോട്ടറി ക്ലബിൻ്റെ എന്തോ ഒരു ഫംഗ്ഷനാണ്, ഒന്ന് അനൗൺസ് ചെയ്യണം, ചേട്ടൻ വന്ന് സ്റ്റാർ ചെയ്യുമെന്ന് വെച്ച് ഗസ്റ്റായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരാം, നിങ്ങൾ റെഡി ആക്കിക്കോ, ഞാൻ ആ ടൈമിങ്ങിനകത്ത് എൻ്റെ റെക്കോർഡിങ് കഴിയട്ടെ. അപ്പോൾ ഇവരോട് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ എല്ലാ പാർട്ടിക്കും വിളിക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥി സഖാവ്. അപ്പോൾ ഇതിങ്ങനെ പറയുന്നു. പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണി സാരഥി ഇന്നയാൾ, അത് മെയിലും ഫീമെയിലും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥി സഖാവ് ഇന്നയാള് വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ താഴ്മയെ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഇലക്ഷൻ സമയം കൊണ്ട് ഫുൾ ടൈം എനിക്ക് ബിസിയാണ്. അനൗൺസ് ചെയ്ത അവസാനം തൊണ്ടയൊക്കെ കിട്ടും. അപ്പോൾ പൈസയും കിട്ടും, 150 രൂപയൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് യുവമാർ വീണ്ടും ഒരു ബൈക്കുമായിട്ട് വന്നിരിക്കുന്നു. ചേട്ടാ പരിപാടി തുടങ്ങി, പിന്നെ ഇനി സ്റ്റാറാണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ യുവമാരുടെ അടുത്തെത്തിയപ്പോൾ പറഞ്ഞു, ചേട്ടാ കൊലയ്ക്ക് കൊടുക്കരുത്, നമ്മളെ മിമിക്രി സ്കിറ്റെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഇത്തിരി കയറി അനൗൺസ് ചെയ്ത് സ്റ്റാർ ചെയ്യും, ഇതാ വേറൊരുത്തനും കൂടെ ഉണ്ട്. അപ്പോൾ ചെന്നുടനെ ഇവ മൈക്കെടുത്ത് തന്നു, അരുൺ തിലകൻ. അപ്പോൾ എൻ്റെ അനിയൻ തിലകനെ എടുക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് അപ്പം കയറി വന്നതല്ലേ, തിലകൻ. സഹൃദയരെ, മലയാള നാടകവേദിയിൽ നിന്ന് മലയാള സിനിമാ രംഗത്തെത്തിയ വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച സഖാവ് തിലകൻ. സഖാവ് തിലകൻ അത്രയും നേരം നമ്മളെ ഈ സഖാവ് പറഞ്ഞു. എന്നിട്ട് അവതരിപ്പിച്ചോ പുള്ളി? ഏത് വരണമെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഏതെങ്കിലും ഒരു സ്റ്റാർ ഇടതുപക്ഷ ക്ഷമിക്കണം, ഇല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇങ്ങനെ സ്റ്റാർസിന്റെ കൂടെ രാവിലെ തൊട്ട് ഇതല്ലേ സർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സഖാവെന്നൊക്കെ വന്നു. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? നോബി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ കോമഡി സ്കിറ്റുകളായിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഹ്യൂമർ ആണല്ലേ, ഹ്യൂമർ ബേസ്ഡ് പ്രോഗ്രാംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സുരാജിന്റെ അനുജൻ നല്ല മിമിക്രി കലാകാരനായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയി. ഇന്നേക്ക് 3 വർഷം. ആണോ? 3 വർഷം പൂർത്തിയായി. അത് ഒരു ആക്സിഡന്റിൽ ഇവനും കൂടെ പോയപ്പോഴാണ് വണ്ടി. അപ്പോൾ ഗംഭീര കലാകാരനായിരുന്നു, ഇവൻ്റെ കൂട്ടത്തിലായിരുന്നു. പിന്നെ അതിനുശേഷമാണ് നോബിക്കും ഇങ്ങനെ ഒരു ചെറിയ ഈ കാലിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെഞ്ഞാറമൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ ആക്സിഡന്റ്, സുരാജിന്റെ കൈയുടെ അതൊരു വലിയ സംഭവമല്ലേ, കൈയുടെ ആക്സിഡന്റ്? പിന്നെ അതെന്താ പറ്റിയത് ശരിക്കും കൈയുടെ? ഈ കൈയുടെ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് നോക്കാൻ പോയി. അപ്പം അത് നല്ലൊരു കഥയാണ് കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു പയ്യനുണ്ട്. അപ്പം അവന് റിസൾട്ട് അവന് ജയിച്ചേ ഉള്ളൂ, പക്ഷെ അവന് ബൈക്ക് എടുത്തു കൊടുത്തു. ബൈക്കല്ല, സൈക്കിളുണ്ടല്ലോ, BSA സൈക്കിൾ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും സൈക്കിളൊന്ന് ഓടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഡാ എനിക്കും കൂടെ ഒന്ന് ഓടിക്കാൻ തരുവിടാ എന്ന് പറഞ്ഞാൽ ശരി തരാമെന്ന് പറഞ്ഞിട്ട് ഇവനെ ലോഡെടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇവൻ ഈ ഗൾഫുകാരൻ്റെ മകനായതുകൊണ്ട് ഈ കൈലി അന്നത്തെ സിൽക്ക് കൈലിയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കും, ഇതിങ്ങനെ പോകും, ഇവൻ ഇങ്ങനെ മൂടിയിട്ടാക്കിയിട്ടാണ് തിരിച്ചു കയറുന്നത്. നല്ല സ്പീഡല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം കട്ടറിൽ വീണപ്പോൾ ഇവ ഇങ്ങനെ ആക്കിയപ്പോൾ ഇത് ഹാൻഡിൽ വെട്ടി. ഞാൻ പറഞ്ഞു, അങ്ങനെ ആക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും പുള്ളി ഇങ്ങനെ ആക്കി ഇതങ്ങ് തിരിഞ്ഞ് ഞാൻ എണീറ്റ് അങ്ങ് പോയി, തെറിച്ചു പോയി വീണ്. എനിക്ക് ഒറ്റ ഒടിവ്, മറ്റവന് ഇങ്ങനെ പടപടാ ഒടിവാണ്. പിന്നെ ആദ്യം തന്നെ ഞാൻ പേടിച്ച് വണ്ടിയും വിളിച്ച് ഇവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഈ ടൈം മാറിപ്പോയി. ഇവനെ എത്തിച്ചതിന് ശേഷം ഞാൻ എടുത്തപ്പോൾ എൻ്റെയും കൈ ഇങ്ങനെ ഒടിഞ്ഞിരിക്കുക. അപ്പോൾ അടുത്ത വണ്ടി വിളിച്ച് ഞാൻ അവിടെ ചെന്നുമ്പോഴത്തേനും
ആളുടെ ഒരു OP ഉണ്ട്, അതായത് ഒരു ഡോക്ടറുടെ. അതിൽ ആളെ കിട്ടി. എനിക്ക് എബ്രഹാം തോമസ് എന്ന് പറയുന്ന സാറിനെ കിട്ടി. അവിടെ വന്നിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്ത് വിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്ററൊക്കെ ഇളക്കി. പിന്നെ കൈ ഇങ്ങനെ ഇരിക്കും, നിവരത്തില്ല. കൈ ഇങ്ങനെ ഇരിക്കും, കമ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കി. അപ്പം ഞാൻ വീണ്ടും ഡോക്ടറെ വിളിച്ചു പറയും, സാർ എങ്ങനെയെങ്കിലും എൻ്റെ ഈ കൈ ഒന്ന് നിവർത്തി കിട്ടണം. വെള്ളിയാഴ്ച വാ. വെള്ളിയാഴ്ചയാണ് പുള്ളിയുടെ OP. വെള്ളിയാഴ്ച വാ. സർക്കാർ ആശുപത്രിയാണ്, മെഡിക്കൽ കോളേജിൽ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണ്, കൈ ഒന്ന് നിവർത്തി തരണം. അങ്ങനെ കൈ നിവർത്തി ഓപ്പറേറ്റ് ചെയ്ത് എല്ലാം വന്ന് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുത്ത്. പിന്നെ കൈ മടങ്ങില്ല, ഇങ്ങനെ ഇരിക്കും. പിന്നെ വെള്ളമൊക്കെ കോരുന്ന ഇങ്ങനെ. ഇതെനിക്ക് വലിയ ബാധ്യതയായി. അങ്ങനെ വീണ്ടും ഞാൻ വിളിച്ചതല്ല, നമ്മളവിടെ പോയി കാണും. സാർ ഇങ്ങനെയാണ്, എനിക്ക് കൈ നിവരുകയും ചെയ്യണം, മടങ്ങുകയും ചെയ്യണം, അതിനെന്ത് വേണം സാർ? വെള്ളിയാഴ്ച വാ. വീണ്ടും വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച ചെല്ലുന്നു, ഒന്നുകൂടെ ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി. ഇപ്പം കൈ നിവരേയില്ല, മടങ്ങേയില്ല. ഇത്രേ ഉള്ളൂ മൂവ്മെൻറ്റ്. ഇങ്ങനെ ആക്കി തന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഈ ആശ്ചര്യം നിറഞ്ഞു നിൽക്കുന്ന വെള്ളിയാഴ്ച. അതിനുശേഷം സിനിമാ നടനായപ്പോഴും വെള്ളിയാഴ്ചകളിലാണ് സിനിമ ഇറങ്ങുന്നത്. വെള്ളിയാഴ്ച ഈശ്വര ഗംഭീരാവു ഇങ്ങനെയുള്ളൊരു പേടി ഇപ്പോഴും വെള്ളിയാഴ്ചകളെ പേടിക്കും. ഈ ആക്സിഡൻറ്റ് ഇതുപോലെ വേറൊരു കഥയുണ്ട് സാർ. ഒരു വലിയ ക്ഷേത്രത്തിൽ, നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയുള്ളൊരു വലിയ ക്ഷേത്രത്തിൽ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ബന്ധു ഗൾഫിൽ നിന്നൊരു ടോർച്ച് കൊണ്ടുവന്നു, അൾട്രാ. അതായത് ഈ കള്ളനോട്ട് കണ്ടുപിടിക്കാം, നോട്ടിലടിച്ചു കഴിഞ്ഞാൽ ഉഗ്ര സാധനമാണ് സാർ കള്ളനോട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവൻ നേരത്തെ വന്നിട്ട് ട്രൂപ്പിൽ നമ്മൾ ആ പോകുന്ന വണ്ടിക്കകത്തിരുന്നിട്ട് തന്നെ ഇനി ആർക്ക് കള്ളനോട്ടുണ്ടെങ്കിലും കണ്ടുപിടിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഈ ടോർച്ച് എടുത്ത് ഇങ്ങനെ അടിച്ചു നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കള്ളനോട്ടാണെങ്കിൽ അറിയാൻ പറ്റും. ട്രൂപ്പിൽ പെൺപിള്ളേർ എല്ലാവരും ഉണ്ട്, അതായത് ഡാൻസേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നോബി എല്ലാവരും മുമ്പേ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനടുത്ത് ഇങ്ങനെ അടിച്ചൊക്കെ നോക്കി ഉത്സവ പറമ്പിലെത്തി. പ്രോഗ്രാം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പറഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഇവനാ പിടിച്ചത്. പ്രോഗ്രാം കഴിഞ്ഞ് കമ്മിറ്റിക്കാർ പൈസ കൊണ്ടുവന്നു, അമല കമ്മിറ്റിക്കാർ പൈസ കൊണ്ടുവന്നു, പൈസ മേടിച്ച് എണ്ണി നോക്കി. അപ്പോൾ ഈ സമയത്ത് ഈ പെൺപിള്ളേർ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. എണ്ണി നോക്കിയപ്പോൾ ഞാൻ ഈ ടോർച്ച് എടുത്തിട്ട് ഈ നോട്ട് കെട്ടിൽ ഇങ്ങനെ അടിച്ചു നോക്കി. അപ്പം കള്ളനോട്ട് എവിടെ ഇരുന്നാലും തെളിഞ്ഞ് കാണാം. ഇങ്ങനെ അടിച്ചു ഓരോന്നായിട്ട് ഇങ്ങനെ അടിച്ചു നോക്കി. അപ്പോൾ സെക്രട്ടറി ചോദിച്ചു, എന്ത് ഇത് ഈ കള്ളനോട്ട് കണ്ടുപിടിക്കുന്ന ടോർച്ചാണ്. അമ്പല കമ്മിറ്റി സെക്രട്ടറി ക്യാഷ് ഒരു വയസ്സൻ ടീമുണ്ട് അവരുടെ. ലൈറ്റ് അടിച്ചു നോക്കിയപ്പം എന്താ ഇത് കള്ളനോട്ട് കണ്ടുപിടിക്കുന്ന ടോർച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ കള്ളനോട്ട് ഉണ്ടെങ്കിൽ ഇപ്പം അറിയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തോ പറഞ്ഞ ഇയാൾ കള്ളനോട്ട് ഞങ്ങളുടെ ഉത്സവ പറമ്പിൽ നിന്ന് ഇപ്പൊ തന്നെ ഇവിടെ വെട്ടിപ്പിരിക്കേണ്ടതാണ്. താന്ന് മനസ്സിലാക്കണം. ഇവിടെ പിന്നെ NF വർഗീസ് തൊട്ട് പ്രഗത്ഭരായ പല കലാകാരന്മാരും സൈന്യത്തിന് ഉൾപ്പെടെ എല്ലാവരും ഒന്ന് പ്രവർത്തിക്കും. നമുക്കൊരു അന്തസ്സുണ്ട്. ഇത് മര്യാദ താൻ എന്തോടെ സാർ എല്ലാവരും കൂടെ ഇടിക്കാനൊന്നും. അപ്പൊ എല്ലാവരും നമ്മൾ ഞെട്ടി നിൽക്കുകയാണ്. ഞാനും ചെന്നിട്ട് പോട്ടെ, പുള്ളി അറിയാതെ പറ്റിപ്പോയാണ്. പിന്നെ ഇവന് ഇത് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, ടോർച്ച് പുറത്തെടുക്കാൻ. അത്രയും നേരം വണ്ടിക്കകത്തിരുന്ന് എല്ലാവരും കാണിച്ചു ഷൈൻ ചെയ്ത ടോർച്ച് പതിയെ ഇതിൽ വെച്ചിട്ട് ഞാൻ പറയാം, പോ വണ്ടി വിട് പോ. എന്നിട്ട് വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു നോബി. ഇങ്ങനെയൊക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിന്ന്. അപ്പോൾ എല്ലാവരും ഇറങ്ങി ആ കടയിൽ എല്ലാവരും ഇരുന്ന് പൊറോട്ടയൊക്കെ കൊണ്ടുവച്ചു. അപ്പം നോബി മാറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നോബിടാ വാ എന്തല്ലേ എല്ലാം മറന്നിരിക്കുകയാണ്, മറ്റേനൊന്നും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പറയില്ല, കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും സൈലൻറ്റ്. നോബി ഇങ്ങനെ നോക്കും വിഷമത്തോടു കൂടി. നോബി ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് കഴിക്കാനായിട്ട് പൊറോട്ട ഇങ്ങനെ എടുത്തതും ഞാൻ പറഞ്ഞു, മറ്റേ ടോർച്ച് എടുത്ത് അടിച്ചു നോക്കണ പൊറോട്ടയിൽ ഒറിജിനലാണെന്ന് ചിലപ്പോൾ അറിയാം. അതോടുകൂടി വിശപ്പ് പോയി. നോബി ചത്ത് നാറി. ഇതുപോലെ ആഹാരത്തിന്റെ വേറൊരു പറ്റുന്നു. ഓണപരിപാടിക്ക് പോയി. അത് നല്ല ഓണത്തിന് തിരുവോണത്തിൻ്റെ അന്ന് ഉത്രാടം വരെ റിഹേഴ്സൽ, 10-20 ദിവസത്തെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഓണത്തിന് പോകും പ്രോഗ്രാം. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും സമയമല്ല. പെട്ടെന്ന് വണ്ടി എടുക്കും, 2 മണിക്ക് വണ്ടി എടുക്കും. അതിന് ഓടി എത്തി. ഡബിൾ പ്രോഗ്രാം ഓണത്തിന് എല്ലാ ദിവസവും ഡബിളാണ്. അങ്ങനെ തിരുവോണത്തിന് ആഹാരം കഴിക്കാൻ പറ്റിയില്ല, ഫസ്റ്റ് പ്രോഗ്രാമിന് കഴിക്കാൻ പറ്റിയില്ല, സെക്കൻഡ് പ്രോഗ്രാം സ്ഥലത്തെത്തി. അവിടെ നല്ല വിശപ്പാണ്. പ്രോഗ്രാം കഴിഞ്ഞു 4-4:30 മണിയായി. വെളുപ്പിന് 4-4:30 മണിയായി. അപ്പോൾ കമ്മിറ്റിക്കാർ കഴിക്കാൻ കൊണ്ടുവന്ന വെളുപ്പിന് അവില് കട്ടൻ കാപ്പി ഇങ്ങനെ ഇത് ഓരോരുത്തരെടുത്ത് ശകലം കഴിക്കുക, എല്ലാവരും പോകും. എനിക്ക് നല്ല വിശപ്പുണ്ട്.
ഞാൻ ഈ അവലെടുത്ത് തന്നെ ഇവിടെ ഇങ്ങ് വേദന എടുക്കുന്നത് ഇത് ചവച്ചിട്ട്. കമ്മിറ്റിക്കാർ കൊണ്ട് കൊടുത്തതാ. ഇനി വേണോ അവർ വീണ്ടും ചോദിക്കുന്നത്, ഇത് തന്നെ തീരുന്നില്ല. ഞങ്ങളോട് ചവച്ച് ഇവിടെ ഇങ്ങ് വേദന. അപ്പം അവർ കമ്മിറ്റി കഴിച്ച് ഇനി വേറെ എന്തെങ്കിലും അവല് വേണോ? വേണ്ട വേണ്ട വേണ്ട. അവരങ്ങ് പോയപ്പോൾ ഞാനവിടെ നിൽക്കുകയാണ്, എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരെല്ലാം നോക്കിയിട്ട് ഇവിടെ വേദന. ഞാൻ ചോദിച്ചു, അണ്ണാ എന്താടാ ഇതാണ് കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം. അവലിങ്ങനെയാണെങ്കിൽ വെണ്ണയൊക്കെ എന്തോരം കട്ടിയായിരിക്കും. അവര് ചോദിച്ചിട്ട് ഈ അലവിളകി പോയി രണ്ട് സൈഡ്. ജോബി ഹ്യൂമർ മാത്രമാണ് ചെയ്യുന്നത്. സ്റ്റാർസ് അപ്പോൾ ആരാണ് ചെയ്തുകൊണ്ടിരുന്നത്? സ്റ്റാർസ് പിന്നെ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഞാൻ ചെയ്യും. പിന്നെ എൻ്റെ അനുജൻ നന്നായിട്ട് സ്റ്റാർ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ആണല്ലേ? അരുണല്ലേ? അരുണ് സുരാജണ്ണ സിനിമയിൽ വന്ന സമയത്തും അപ്പോൾ അന്ന് സുരാജണ്ണ സ്റ്റാറായപ്പം ഞങ്ങളുടെ ഒരു സുഹൃത്ത് മരിച്ചുപോയി. അപ്പം ഞാനും അരുണും കൂടെ ഈ മരണത്തിന് പോവുകയാണ്, ട്രിവാൻഡ്രത്ത് തന്നെ. മരണത്തിന് ചെന്നപ്പം സുരാജിൻ്റെ അനിയൻ, അപ്പം ഞങ്ങളുടെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവനെ വിളിച്ചടാ എവിടെയാണ് കറക്റ്റ് വീടെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ചെന്നപ്പം ഇവൻ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് റോഡിൽ. ഞങ്ങൾ മരണ വീട്ടിൽ പോകണം. ഞാനും അരുണും കൂടെ ബൈക്കിൽ ചെന്ന് ഇവനും കയറി ഞങ്ങൾ ആ മരണ വീട് ഭയങ്കര കരച്ചിലായപ്പം പിന്നെ അണ്ണാ ഞാൻ ഇതാണ് അരുൺ, അപ്പം ഞാനാണ് മറ്റേ സുഹൃത്ത്. എടാ എന്നെ വിട്ട് എന്നെ മൈൻഡല്ലേ, ഞാൻ ബാക്കിൽ നിന്ന് തുടങ്ങി. അരുണിനെ നീ എന്നെ എവിടെ കൊണ്ടുപോകുന്നു? ഇവാ അവിടെ ഇങ്ങനെ കരച്ചിൽ, ഡെഡ് ബോഡി അവിടെ ഉണ്ട്. അവിടെ ഒരമ്മ ഇരുന്ന് കരയാണ്. ഈ മരിച്ചുപോയ ആളുടെ അമ്മയാണ്. അമ്മ ഒരു നല്ല കരച്ചിൽ വരാം. അമ്മ അമ്മ എന്തിനല്ല അമ്മ ഇതാരും നോക്കിയാണ്, ഇതാരും നോക്ക്. അവരിങ്ങനെ ആരെന്ന് സൂക്ഷിച്ചു നോക്കമ്മ, ഇതാരെന്ന്. സുരാജിന്റെ ചായയാണ് ഇത്. സുരാജിന്റെ അനിയ ഇത് കേട്ടപ്പോ അവര് വീണ്ടും പറഞ്ഞ് വീണ്ടും വിളിച്ച വീണ്ടും അകത്ത് റൂം അല്ലേ, അകത്ത് ബന്ധുക്കളെല്ലാം ഇരിക്കണം. അവരെ ചെന്നിട്ട് ബന്ധുക്കളെല്ലാം കരഞ്ഞ് തളർന്ന് കട്ടിലെ കിടക്കണം. എല്ലാരും വേണം ഇങ്ങോട്ട് നോക്ക്, ആര് വന്നെന്ന് നോക്ക്. അവര് മിണ്ടാതെ കിടക്കുകയാണ്. അവിടെ എൻ്റെ അനിയനെ പിന്നെ ഇവന്റെ സുഹൃത്ത് കൊണ്ട് കാണിക്കുക, ഇതാരെന്നുണ്ട് സുരാജ് വെഞ്ഞാറമൂടിന്റെ അനിയന്. ഇത് കണ്ട ഉടനെ അവരെല്ലാരും കൂടെ വെറുതെ കരയാ. ഒരാള് വന്നപ്പോ അതിന്റെ ആ ഒരു ഇതിൽ കരയുന്നു. അവസാനം എൻ്റെ അനിയൻ കൊണ്ട് മാറി നിന്നിട്ട് എന്താ വിളിച്ച് വെളിയിൽ കൊണ്ടുപോയി. പിന്നെ വീട്ടിൽ വെളിയിൽ കൊണ്ടുപോയി വീട്ടിന്റെ മേളിലൊക്കെ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നു, ഭയങ്കര തിരക്ക്. ഇങ്ങോട്ട് നോക്കിയാണ് എല്ലാരും. ഇതാരെന്നറിയോ? എന്തിനാന്നേ നീ വെറുതെ സുരാജ് അവൻ മാറ്റി നിർത്തിയിട്ട് ബിനോയ് എന്നുള്ള ഫ്രണ്ടിന്റെ പേര് അവൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ഡാ നീ എന്നുണ്ട് എല്ലാവരെയും കൊണ്ട് എന്നെ പരിചയപ്പെടുത്തണം, കാണുമ്പോൾ ഞാനാണ് അവനെ കൊന്നത്. തൽക്കാലം ഞാൻ ഇവരോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതെന്താ കാര്യം എന്നറിയോ? ആ രഹസ്യം ഇവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കും അറിയേണ്ട എന്താണെന്ന് കണ്ടോളൂ. ഇത് ഭീമാ സിനിമ ചിരിമ. ഭീമാ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. പൂമരം ചൂടും വാലിളം പൂങ്കുലൈ തുള്ളി വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. പൂമരം ചൂടും വാലിളം പൂങ്കുലൈ തുള്ളി വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. പാട്ടും കേട്ടോണ്ട് ഇവിടെ കുത്തിയിരുന്നാ മതിയോ? എടി എങ്ങനെ പാട്ട് കേൾക്കാതിരിക്കും? ഈ വീടിന്റെ ഹൗസ് ഓണറില്ലേ, പുള്ളി രാവിലെ വന്ന് എന്നാ പൂരപ്പാട്ടായിരുന്നു പറയും. നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ നമ്മളെ പുകച്ച് പുറത്ത് ചാടിക്കുമെന്ന്. അയ്യോ പുകയ്ക്കാതെ തന്നെ ഇങ്ങനെ, അപ്പൊ പുകച്ചാൽ എങ്ങനെ ഇരിക്കും? അയ്യോ എന്താ പറ്റി? അല്ല ഞാൻ ആ കോല ഒന്ന് ഓർത്തു പോയതാണേ. നിങ്ങളെ ആ കോല ഓർക്കാതെ ആ വീടിനെ പറ്റി ഒന്ന് ആലോചിച്ചേ. എടി ഞാൻ വീടിനെ കുറിച്ച് ആലോചിക്കാഞ്ഞിട്ടല്ല, ഇപ്പോഴത്തെ കാലത്ത് വാടകയ്ക്ക് ഒരു വീട് കിട്ടണ്ടേ, ഞാൻ എവിടെ പോയി തപ്പാരാ? എന്നാ ഞാനൊരു കാര്യം പറയാം, ഇങ്ങ് വന്നേ. നമുക്കേ ഈ വീടിന്റെ ഓണറെ കൊന്നിട്ടേ ജയിലിലേക്ക് അങ്ങ് പോവാം. അവിടെ ആവുമ്പോ വീടും എടുക്കണ്ട, വാടകയും കൊടുക്കണ്ട, 3 നേരം ഭക്ഷണം കിട്ടും. എന്താ? ഓണം ഒന്നും കൊല്ലേണ്ട കാര്യമില്ല. നമ്മുടെ ബ്രോക്കർ സുഗണനില്ലേ, അവരോട് ഞാൻ വീടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അവൻ ശരിയാക്കുന്നതിന് മുമ്പേ നമ്മളെ ഈ ഓണർ അങ്ങ് ശരിയാക്കും.
അയ്യോ പറയാൻ വന്ന കാര്യം മറന്നുപോയി. നമ്മുടെ കല്യാണം നടത്തി തന്ന ബ്രോക്കറില്ലേ, അങ്ങനെ വണ്ടി ഇടിച്ച് മരിച്ചെന്ന്. എടി ഇതാ പറയുന്ന കർത്താവ് ഉണ്ടത്. നമ്മുടെ കല്യാണം നടത്തി തന്ന ബ്രോക്കറല്ലേ, അവനോൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അവനോൻ അനുഭവിക്കും. അറിയാവോ? എന്റെ ദൈവമേ, എന്റെ കഷ്ടകാലം എന്ന് മാറുമോ? നിന്റെ കഷ്ടകാലം എന്ന് മാറുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ കഷ്ടകാലം ഇനി 1 വർഷം കൂടി ഉള്ളു. ഇതാര് പറഞ്ഞു? ജോത്സ്യം പറഞ്ഞു തന്റെ ഭാര്യയ്ക്ക് ഇനി 1 വർഷത്തെ ആയുസുള്ളെന്ന്. അതോടുകൂടി എന്റെ കഷ്ടകാലം തീരുവല്ലേ? മര്യാദക്ക് ഇരുന്നില്ലെങ്കിലേ ഇന്നത്തെ കൊണ്ട് എന്റെ കഷ്ടകാലം ഞാൻ തീർക്കും. സോമരാജോ, ആ സുഗുണനെത്തി. എന്റെ സൂടാ, നിന്നെ തപ്പി ഞാൻ നടക്കുവല്ലോ. എടാ നിന്നോട് എത്ര മാസമായി ഒരു വീടിന്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ട്? ആ കാര്യം പറയാൻ വേണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആണോ? പഴയ 4 കെട്ട്, 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, മുറ്റത്തുറവറ്റാത്തൊരു കിണർ, വീടിന് ചുറ്റും റോഡാ, ഹോസ്പിറ്റൽ, കോളേജ് എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. 1500 രൂപ വാടക. അപ്പൊ ചീപ്പ് റേറ്റ് ആണല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളെ തന്നെ ഇതിനു കൊണ്ട് അഡ്വാൻസ് കൊടുക്കാം. പക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമില്ല. അതിനാടാ നിങ്ങൾക്ക് ഭാഗ്യമില്ലെന്നേ. അതിനാ വേറെ ആരെങ്കിലും ആ വീട് എടുത്തോ? അതല്ലെന്നേ, പിന്നെ ഇന്നലെ പെയ്ത കാറ്റത്തും മഴയത്ത് ആ വീട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തങ്ങ് വീണ് അവിടെ കിടന്ന 4 ബംഗാളികൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുക. 1 മാസം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് ആ വീട്ടിൽ കയറി കിടക്കാൻ. കിടന്നില്ലല്ലോ. ഭാഗ്യമില്ല, നിങ്ങൾക്ക് ഭാഗ്യമില്ല. അത് ശരി, ഇടിഞ്ഞു പൊളിഞ്ഞ വീടാണ് ഞാൻ കൊണ്ട് തരുന്നത്. എടാ ഇതല്ലാതെ വേറെ നല്ല വീട് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒരു വീടുണ്ട്, സാധാരണ ഒരു വീടാ. ആണോ? പക്ഷെ വാടക ഇത്തിരി കൂടുതലാ. എത്രയാ? ഒരു 25,000 രൂപയോ? സാധാരണ വീടിന് 25,000 രൂപ. എടാ AC വീടിനില്ലല്ലോ ഇത്രയും. ഈ 25,000 രൂപയുടെ വീടിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയാവാ? ഇല്ല. ഈ വീടിന്റെ തൊട്ട് പുറകില് പെണ്ണുങ്ങളുടെ കുളിക്കടവാ. 24 മണിക്കൂറും പെണ്ണുങ്ങളോടെ ഒന്ന് കുളിച്ചോണ്ടിരിക്കുവല്ലേ, കുളിസിയും കാണാം. പിന്നെ ഈ വീടിന്റെ ഇടതുവശത്ത് വുമൻസ് കോളേജ്, വലതുവശത്ത് ലേഡീസ് ഹോസ്റ്റൽ, തൊട്ട് ഫ്രണ്ടിലായിട്ട് 3 ബ്യൂട്ടി പാർലറാ. പിന്നെ അതിന്റെ അടുത്ത് തന്നെ 2 ലേഡീസ് സ്റ്റിച്ചിങ് സെന്റർ ഉണ്ട്. പിന്നെ അവിടെ ഒരു കടമുറി ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ ഈ ഞായറാഴ്ച തോറും പെണ്ണുങ്ങൾ വന്ന് കുടുംബശ്രീയും കൂടാറുണ്ട്. പെണ്ണുങ്ങളുടെ ജാഗരയാ. ആണല്ലേ? എടാ ഈ കുളിക്കടവ് ഈ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര താല്പര്യ. പക്ഷെ 15,000 രൂപ ശമ്പളമുള്ള ഞാൻ എങ്ങനെയാടാ 25,000 രൂപ വാടക കൊടുത്ത് ജീവിക്കുന്നത്? എന്റെ പൊന്നു ചേട്ടാ, ഈ വീടിന് വേണ്ടിയിട്ട് എത്ര പേര് എന്റെ പുറകെ വന്ന് കിടക്കുന്നതെന്ന് അറിയാവോ? ലോൺ എടുത്തിട്ട് വരെ ഈ വീട് എടുക്കാന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ആൾക്കാർ വന്ന് പറഞ്ഞു. അതിനൊരു ചെറിയ ഈ സൗകര്യമൊക്കെ ഉള്ളത് ഒരു വീട് തപ്പിത്തരാം. അതായത് ഒരു കുഞ്ഞ് കുളിക്കടവ്, 2 പെണ്ണുങ്ങൾ കുളിച്ചാലും മതി. പിന്നെ ചെറിയൊരു ലേഡീസ് ഹോസ്റ്റൽ, ചെറിയൊരു വുമൻസ് ഹോസ്റ്റൽ, പിന്നെ അതിന്റെ പുറകിൽ ഒരു 5-6 കുടുംബശ്രീ പെണ്ണുങ്ങൾ വന്നാലും മതി. അത് മതി. ഞാനല്ലേ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം. റെഡിയാക്കി തരാവുന്ന കാര്യമേ ഉള്ളു. പക്ഷെ വാടക എന്ത് കൊടുക്കും? വാടകയൊക്കെ കൊടുക്കാം. വാടക കൊടുക്കും. ചെറുതല്ലേ? എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്നാലും എത്ര രൂപ കൊടുക്കും? 1000 രൂപ. 1000 ഗുണവേ. പുറകിൽ കുളിക്കടവ്, ലേഡീസ് ഹോസ്റ്റൽ ഇപ്പുറത്ത്, കുടുംബശ്രീ പെണ്ണുങ്ങൾ വരണം. 1000 ഗുണവ. നാളെ കളിയാക്കി നിൽക്കോ? ഒന്ന് പോടാ അവിടെ നിന്ന്. അല്ല അത് പോട്ടെ. ഇപ്പൊ ഒരു 500 രൂപ തരാവോ? ഇപ്പൊ ഒരു 500 രൂപ തരാവോ? ഇപ്പൊ 500 രൂപ തന്നാൽ ശരിയാക്കി തരാം. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവും. ഇതെല്ലാം എല്ലാം ഉണ്ടാവും. കുളിക്കടവ് എല്ലാം എല്ലാം ഉണ്ടാവും. എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ വീട് എവിടെയാ? അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല, എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. ആണോ? അതെന്നാ വീടാ? ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉള്ള ഒരു വലിയ ഫ്ലെക്സ് ഞാൻ അടിച്ചോണ്ട തരാം. അതാകുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച് നിങ്ങൾക്ക് കുളിച്ചും കാണാം, എല്ലാരും കണ്ടോണ്ടൊക്കെ ഇരിക്കാമല്ലോ. അത് ശരി, ഊതുവായിരുന്നല്ലേ? ഞാൻ കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? കുളിക്കടവൊന്നും വേണ്ട. നീ പറഞ്ഞില്ല കഴിഞ്ഞ മാസം ഒരു പാടത്തിന്റെ നടുക്ക് ഒരു വീടുണ്ടെന്ന്? അത് മതി. അതാകുമ്പോളേ കൊയ്യാൻ വരുന്ന പെണ്ണുങ്ങളെ കണ്ടോണ്ടിരുന്നോളാം. മൊത്തം വെള്ളം കയറി കിടക്കുക. ആണോ? അത് വേണ്ട, വെള്ളം ഇറങ്ങി കഴിഞ്ഞ് ഞാൻ താമസിച്ചോളാം. അത് പോയി. ഈ മരുന്ന് കുടിച്ചേ. എന്റെ അടി എനിക്ക് വേണ്ട. എന്തിനായിട്ട് കുടിക്കേട്ടാ? വേണ്ട. തന്നെ രാവിലെ മരുന്നൊക്കെ ഇങ്ങനെ കൂടി നിർത്താനുള്ള മരുന്നാ കുടിക്കുക. എന്റെ സ്കൂളിൽ ഇത് ഭയങ്കര കൈപ്പാടാ. സാരമില്ലായിട്ടാ, അതെ ഇത് കള്ളാന്ന് പറഞ്ഞു കുടിച്ചു. നീ ഒരു കാര്യം ചെയ്യും, ഒരു കള്ള് കൊണ്ടുപോവാ, ഞാൻ മരുന്നാന്നും പറഞ്ഞ് വലിച്ചു കുടിച്ചോളാം. എന്റെ ഏട്ടനല്ലേ ഈ മരുന്ന്. ആ ചേച്ചി സ്നേഹത്തോടെ കൊണ്ട തന്നെയല്ലേ? ചേട്ടനൊന്ന് കുടിച്ചൂടെ? ഒന്നുമില്ലല്ലോ ഇത്ര എന്റെ പൊന്നേട്ട് ഈ വെറുതെ ഈ കുടിച്ച് ഇങ്ങനെ ശരീരം നശിപ്പിക്കണം എന്തിനാ? ചേച്ചി പറയുന്നത് കേട്ട് വെള്ളവടി അങ്ങ് നിർത്ത്. എന്റെ ഇവള് പറയുന്നത് വെള്ളവടി കേട്ട് ഞാൻ നിർത്തിയാലേ എന്റെ അമ്മ വിഷമിക്കും. അമ്മക്ക് വിഷമാവുന്ന? സാധാരണ അമ്മമാർക്ക് മക്കളെ കുടി നിർത്താൻ നിർത്തി സന്തോഷമല്ലേ? പിന്നെ നിങ്ങളുടെ മാത്രം എന്റെ അമ്മ അങ്ങ് വിഷമിക്കും ഞാൻ നിർത്തിയാ. എടാ 10-25 വർഷമായി എൻ്റെ അമ്മ എന്നോട് പറയുന്നത്, മോനെ കുടി നിർത്താന്ന്. ഞാൻ ഇതുവരെ കുടി നിർത്തിയിട്ടില്ല. ഇപ്പൊ വലിഞ്ഞു കയറി വന്ന് ഇവള് പറയുന്നത് കേട്ട് ഞാൻ കുടി നിർത്തിയാൽ എൻ്റെ അമ്മയ്ക്ക് വിഷമം വരുമോ? അതുകൊണ്ട് ഞാൻ കുടി നിർത്തിയാ. അത് പിന്നെ ചേട്ടൻ പറഞ്ഞാൽ ന്യായമുണ്ട്. ഇല്ലേ, അതാ കുടി നിർത്താത്ത. എന്നാലേ നിങ്ങൾ കുടിക്കണ്ട കേട്ടോ. ശരിയാ, നീ കുടിയടി പോടി. ആ സ്വാമി വരുന്നു. ആ സ്വാമി വരുന്നു. എന്തിയാ ആ സ്വാമി? ആ സ്വാമി അല്ല, ആ സ്വാമി വരുന്നെന്ന്. ഓ നാം ജ്ഞാനത്തിൽ കണ്ട അതേ ഭവനം. ഇന്നലെ എനിക്കൊരു ബോധോദയം ഉണ്ടായി. നല്ല കീറായിരുന്നല്ലേ?
ആ ബോധോദയമല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഹിമാലയ സാനുക്കളിൽ ഞാൻ ഒറ്റക്കാലിൽ തപസ് ചെയ്യുകയായിരുന്നു. അപ്പൊ സ്വാമി ഈ കാലി കളിക്കുമ്പോ എന്ത് ചെയ്യും? അപ്പൊ ഈ കാല് വെക്കും. അങ്ങനെ കാലുകൾ മാറി 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 ഒറ്റക്കാലിൽ തപസ് ഞാൻ തപസ് ചെയ്യായിരുന്നു. ഈ ഭവനത്തിൽ എന്തോ അപകടങ്ങൾ സംഭവിക്കുകയാണ്. അപകടം സംഭവിച്ചില്ലേ? സ്വാമി പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. ഞാനും എൻ്റെ വൈഫും കൂടി കിടന്ന് ഉറങ്ങുകയാണ്. ഒരു 5-6 ഓട് പൊട്ടി തലേ വീണ്. ഞാൻ ഈ വാടകയുടെ മുതലാളിയില്ലേ, ഓണർ, അച്ഛനോട് പറഞ്ഞ ഓട് മാറാൻ അയാൾ ചെയ്തില്ല. അറിയാമോ? അവരുണ്ട് മാസം മാസം വരും ശമ്പളം വാങ്ങിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ അപകടമുണ്ടാകും. ഈ വീട്ടിൽ താമസിച്ചാൽ നിങ്ങൾക്ക് യാതൊരു മുന്നോട്ടുള്ള യാതൊരു കുതിപ്പും നടക്കില്ല. അടിക്കടി താന്നുകൊണ്ടേയിരിക്കും, അപകടങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ വീട് മാറണം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ 5 പേർ തൂങ്ങി മരിച്ചു. 3 പേരല്ലേ? അത് ശരി, ചൂടാ കളിപ്പിക്കാറില്ലേ? അല്ല, 3 പേര് ഫാനിൽ തൂങ്ങി മരിച്ചു, 2 പേര് ടെറസിന്റെ മേളിൽ നിന്ന് താഴെ വീണ് ഉറക്കം തൂങ്ങി മരിച്ചു. അങ്ങനെ മൊത്തം 5 പേര്. അവരുടെ ആത്മാക്കൾ ഈ വീടിന് ചുറ്റും ഇങ്ങനെ അലയുകയാണ്. അതിന്റെ ശല്യങ്ങൾ വെള്ളിയാഴ്ച തോറും നിങ്ങൾക്ക് തോന്നാറില്ലേ? എന്റെ സ്വാമി പറഞ്ഞ കറക്റ്റാ കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരുത്തൻ വീടിന്റെ പുറകെ കൂടെ ഓടുന്നു. ഞാൻ ഓർത്ത് ഇവളുടെ മറ്റവനായിരിക്കുമെന്ന്. അയ്യോ സ്വാമി പറഞ്ഞ ശരിയാ. ചെലങ്കയുടെ ശബ്ദം ഞാനും കേൾക്കാറുണ്ട്. ഇത് ഞാനും സംശയിച്ചെന്നേ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം ചെയ്യാം. ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശാന്തി വരും. എന്റെ സ്വാമി പ്രാർത്ഥിച്ചാന്നും ഈ ഭവനത്തിൽ ശാന്തി വരത്തില്ല. ഈ ഭവനത്തിൽ ശാന്തി വരും. ശാന്തി വരത്തില്ല സ്വാമി. അതെന്താ വരുതാത്തത്? നീ വന്ന് പറയാം. എന്താ? ഇവളുള്ളത്തോളം കാലം ഈ വീട്ടിൽ ശാന്തി വരത്തില്ല. ഞാൻ ശാന്തിയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ലോഡ്ജി മുറി എടുക്കുന്ന ഇഷ്ടമെന്ന്. അതെ, കുമ്പള ശാന്തി അല്ല, കുടുംബശാന്തി. അത് ശരിയാ. ഈ കുടുംബത്തിൽ ശാന്തി വരണമെങ്കിൽ നിങ്ങൾ ഈ വീട് മാറണം, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണം. ഈ വീട് ഒഴിഞ്ഞു പോവുക. ഉടനെ ഒരു വീട് കിട്ടണ്ടേ? എങ്ങനെയെങ്കിലും തപ്പിയെടുത്ത് നിങ്ങൾ ഈ വീട് ഒഴിയണം, അല്ല നിങ്ങൾക്ക് നാശമാണ്. സ്വാമി വാടക കൂടുതൽ വരുവാണെങ്കിൽ ഞാൻ തന്നെ ഒരു വീട് റെഡിയാക്കി. സ്വാമി ഇവിടുന്ന് മാറണമെന്നുണ്ട്. കാരണം എന്താണെന്നറിയോ സ്വാമി, ആ ബാത്റൂം ഒന്ന് നോക്കിയേ. പോകണ്ട, വെള്ളമില്ല. അത് തന്നെ. സ്വാമി അടുക്കള കണ്ടിട്ടുണ്ടോ? അടുക്കള കാണാൻ വന്നതല്ല മകനെ. അതല്ലെന്ന്, അടുക്കള ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിരിക്കും. ഞങ്ങൾക്ക് മാറണമെന്നുള്ളൂ. ഒരു വീട് കിട്ടണ്ട സ്വാമി. മാറൂ, നിങ്ങൾ ഈ വീട് മാറൂ, രക്ഷപ്പെടൂ. ചൂടാ, ഒരു വീട് ഒപ്പിച്ചു തരാം. അവിടെ ഒരു വീട് ഒപ്പിച്ചു തരാം. പക്ഷെ ഞാൻ പറഞ്ഞ വാടക അതൊക്കെ കൊടുക്കാം. എന്നത്തേന് വരും? ഒരു 1-ാം തീയതിക്ക് മുമ്പ് ഞാൻ റെഡിയാക്കി തരാം. സ്വാമി അടുത്ത മാസം 1-ാം തീയതി ഈ വീട് മാറും. 1-ാം തീയതി മാറും. മാറിയിരിക്കും. 1-ാം തീയതി മാറും. സ്വാമി പറഞ്ഞാൽ മാറിയിരിക്കും. അപ്പൊ 1-ാം തീയതി മാറിയിട്ട് വേണം ഈ വീട് കൂടിയ വാടകയ്ക്ക് എനിക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ. സ്വാമി എന്തിനാ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്? എന്റെ വീട് കൊടുക്കണമെങ്കിൽ ഇപ്പൊ നിന്നോട് ഞാൻ ചോദിക്കണം. ഞങ്ങളെ മാറ്റാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാറ്റണോ? ഇനി മേലാൽ ഞങ്ങൾ ഇവിടുത്തെ ഇറങ്ങുന്നില്ല. നോക്കിക്കോ, ചെവി നുള്ളിക്കോ, നീയൊക്കെ ചെവി നുള്ളിക്കോ. പിന്നെ എടാ, നിന്റെ ചെവി തുള്ളുന്ന കാര്യം പറഞ്ഞത്. 40-ാം ദിവസം, ഇന്നേക്ക് 40-ാം ദിവസം നിന്നെയൊക്കെ ഞാൻ ഇവിടെ പറപ്പിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടും. പട്ടിക്കാരെങ്കിലും ഈ കൊട്ടാരം വീട്ടിൽ അപ്പക്കുട്ടൻ മകൻ ബാസി നിടുവോ? എന്നാണ് നീ ഒന്ന് ഞാൻ തപ്പി കണക്കായിരുന്നു. ഈ ഒറ്റ ഒരുത്തം കാരണം ഈ അലവലാതിക്ക് ഞാൻ വീട് വാടകയ്ക്ക് കൊടുത്തു. നിനക്കറിയോ എന്തൊക്കെ കഷ്ടപ്പാടിയോ സഹിക്കണമെന്ന് അറിയോ? ഒന്ന് ഇറക്കാൻ വേണ്ടി വാടക തരുന്നില്ല, കൃത്യമായിട്ട് വാടക തരുന്നില്ല, ഇറങ്ങി തരും അതുമില്ല. നീ വന്നേ. നിനക്കറിയോ സ്വന്തം വീടിനിട്ട് ആരെങ്കിലും കല്ലെറിഞ്ഞിട്ടുണ്ടോ? സ്വന്തം വീടിന് കല്ലെറിയുന്ന വെറും മണ്ടനല്ലേ? ആ മണ്ടനാണ് ഞാൻ. 1 ലോഡ് കല്ല ഈ വീടിനിട്ട് ഞാൻ എറിഞ്ഞു. ചാത്തനേറാന്ന് പറഞ്ഞ് പൊക്കോളൂല്ലോ എന്ന് കരുതി എന്റെ കല്ലിന്റെ കാശ് പോലും കിട്ടിയില്ല. അത് പോട്ടെ, എല്ലാ വെള്ളിയാഴ്ചയും വെള്ളസാരി ഉടുത്ത് കാലി ചെലങ്കയും കെട്ടി ഞാൻ ഈ വീടിന് ചുറ്റും കിടന്ന് ഓടുക. ആത്മാവാന്ന് പറഞ്ഞ് പൊക്കോളൂല്ലോ എന്ന് വെച്ചു. എവിടെ പോകാൻ? എന്റെ കറക്കം കണ്ട് നാട്ടുകാരെല്ലാം കൂടി എന്നെ എടുത്തിട്ട് ഓടിച്ചു. പുറകെ പട്ടിയും വന്ന് കടിച്ച്. നിനക്കറിയോ പുക്കിള് പോലും ശരിക്കില്ലാത്ത എന്റെ പുക്കിളിന് 14 കുത്തിവെപ്പ എടുത്തറിയോ? ഇപ്പൊ 2 പുക്കിളാ കാണുന്നോ? ഇതെന്താ അത്തപ്പൊക്കളായിട്ട് വെച്ചു? അത് തന്നെ എന്റെ ഭാര്യയും ചോദിക്കുന്നു. പിന്നെ എന്തൊക്കെയാലും വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇന്ന് മറ്റേ ആ പുള്ളിയുടെ ബാംഗ്ലൂർ പഠിക്കുന്ന കൊച്ചില്ലേ, ആ കൊച്ചിനെ കാണാനായിട്ട് ഒരു കൂട്ടർ ഇവിടെ വരുന്നുണ്ട്. അതും ഇവിടെ വെച്ചാണ്. കല്യാണം നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് നടത്താം. അപ്പൊ ചേട്ടനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു പെങ്കൊച്ചിന്റെ ഭാവിയുടെ കാര്യമാണ്. പോട്ടെ, ഞാനായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. എനിക്കും മെമ്പക്കളൊക്കെ ഉള്ളതാ. പിന്നെ ഒരു കാര്യം, സംഭവമൊക്കെ നടന്നോട്ടെ, ഇറക്കി തരുന്ന കാര്യം അതൊക്കെ ഞാൻ ഏറ്റുന്നു. അത് മതി. ശരി എന്ന് ആയിക്കോട്ടെ. ഡാഡി ഉമ്മ വെച്ച എന്റെ ചുണ്ടി കറുത്തു പോകില്ലേ? ന്യൂ ജനറേഷൻ. ഓ യാ.
യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു അച്ഛാ. റിസർവേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ എത്തി. ആണോ? എന്നിട്ട് അവൻ എവിടെ പോയി? അതാരാ? ആ റിസർവേഷൻ ലോഡ്ജ് റൂം എടുത്തവൻ. ഓ മമ്മി, ഡാഡിക്ക് ലോക തോൽവിയാണല്ലോ. മോളത് ഇന്നാണോ മനസ്സിലാക്കുന്നേ? കല്യാണം കഴിച്ച അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കുന്നതാ. ഒരുത്തൻ വരുന്നുണ്ട്, വേഗം പോയി കുളിച്ചു വരുങ്ങ. പോ. ഹലോ, ആ ജംഗ്ഷനിലെത്തിയോ? ആ, അവിടുന്ന് നേരെ വരുമ്പോൾ ഒരു പള്ളി കാണും. ആ പള്ളിയുടെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയെ കൂടെ വരുക. അവിടുന്ന് വലത്തോട്ട് വരുമ്പോൾ ഒരു കട, ആ കട കഴിഞ്ഞ് വരുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ വരുന്ന വഴിയെ നേരെ വരുമ്പോൾ പച്ച പെയിൻ്റ് അടിച്ച മഞ്ഞ കളറുള്ള ഒരു റെഡ് വീട് കാണാം. അതാണ് വീട് കേട്ടോ. അത് നേരെ പോര്. ആരോട് ചോദിച്ചാൽ മതി. ഓക്കെ ഓക്കെ, വന്നിട്ട് ബാക്കി കാര്യം. ഓക്കെ. ഒരു പാട്ട് കേട്ടായിരുന്നോ? കേട്ട്. എവിടുന്നാണാവോ? ആർക്കറിയാം. എന്നാ ഉണ്ട് വിഷയം? അതെ അതെ അതെ. എത്തിയ പിന്നെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ? ജംഗ്ഷനിൽ വന്ന് ചേട്ടന്റെ പേര് പറഞ്ഞില്ല, അപ്പൊ തന്നെ അവർക്ക് നല്ല അഭിപ്രായം കേട്ടോ. എന്നെ കുറിച്ചോ? ചേട്ടനെ കുറിച്ചല്ല, ഈ വീടിന്റെ ഹൗസ് ഓണറെ കുറിച്ച് നല്ല അഭിപ്രായ. പുള്ളി പല പേരിലാണല്ലോ അറിയപ്പെടുന്നത്. പുള്ളിക്ക് ഒറ്റ പേരുള്ളല്ലോ. പക്ഷെ പുള്ളിയുടെ പേര് ചോദിച്ചപ്പോ നാട്ടുകാര് പല പേര് പറഞ്ഞായിരുന്നു. പട്ടി, പൂച്ച, തെണ്ടി പല പേരാ പറഞ്ഞു. അങ്ങനെയുള്ള 10 രൂപ പേരുണ്ട്. ഞാൻ വിളിക്കുന്ന വേറെ. അത് പിന്നെ പറയാം. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരുപാട് നാളായി ചേട്ടന്റെ മകൾക്ക് ഒരു ആലോചന വേണമെന്ന് പറഞ്ഞത്. നല്ല ഒരു ചെറുക്കനുമായിട്ടാ വന്നേക്കുന്നത്. ജയറാമിനെ പോലെയാ. ഇതോ? ഇത് കൊച്ചുറാമിന്റെ ഷേപ്പാണല്ലോ. അതല്ലെന്ന്, ഇവനാണെങ്കിൽ ഭയങ്കര ജയറാമിനെ പോലെ ആനപ്രേമിയാ. ഇവരെ തറവാട്ടുകാർ മൊത്തം ആനയായിട്ട് ബന്ധപ്പെട്ട ഫാമിലിയാ. പറയാതിരിക്കാൻ 24 മണിക്കൂർ ചെറുക്കൻ തന്നെ വെളുത്തിരുന്ന ചെറുക്കനാ. പൂവമ്പഴം പോലെ ഇരുന്നതാ. 24 മണിക്കൂറും നടപ്പും ഇരിപ്പും കിടപ്പും ഒക്കെ ആനയുടെ കൂടെയാ. അങ്ങനെ ആ ആനയുടെ കളറ് വരെ വന്നിട്ടുണ്ട്. കളറ് മാത്രമല്ല കേട്ടോ, ആനപ്പിണ്ടത്തിന്റെ മണമുണ്ട്. എടാ, ഒരു നല്ല കാര്യത്തിന് വരുമ്പോഴെങ്കിലും കുളിച്ചിട്ട് വരണ്ടടാ. ആന കുളിച്ചിട്ട് 1 മാസമായി. ആന കുളിക്കുമ്പോഴാണോ നീ കുളിക്കുന്നത്? എന്റെ പൊന്നെ, വല്ല ചാറ്റമഴ നനഞ്ഞിട്ടെങ്കിലും വരണ്ടേടാ. പറ്റിപ്പോയി. അതെ, ആനയുടെ സ്പ്രേ അടിച്ചതാന്ന്. ആനപ്രേ. എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ വെച്ച് ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. മകളെ വിളിക്ക്, ചടങ്ങ് നടത്താം. സമയം കളയണ്ട, മോളെ വിളിക്കാം. മോളെ ഇതാണ് മോള്. ഈ മോള് നിനക്കൊരു കോളായിരിക്കും. പിന്നെ അയ്യോ, ആക്രാന്തം ഒന്നും വേണ്ട, അവിടെ പതുക്കെ മതി. ഇത് പനപ്പട്ടയല്ല. പിന്നെ നമ്മൾ ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ, ന്യൂ ജനറേഷൻ പിള്ളേരാ, ഉള്ളു തുറന്ന് സംസാരിക്കാനും രഹസ്യങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും. നമ്മൾ വെറുതെ ഒരു സ്വർഗത്തിലെ കട്ടൂർ മാറ്റി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. അയ്യോ, നമ്മൾ പുറത്തു പോരുത്, നമ്മളിവിടെ അടുത്ത് നിൽക്കണം. പിന്നെ മോനെ, വേറൊരു കാര്യമുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കണം. കഴിഞ്ഞ ആഴ്ച നീ ഒരു പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് പെണ്ണിന് അതുപോലെ ഇതുപോലെ കുറ്റവും കുറവും പറഞ്ഞു. വല്ല ചട്ടോ പൊട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്തോണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഇടയ്ക്ക് മതം പൊട്ടാനും ഇടയാനും നിൽക്കണ്ട. ഇല്ല. പിന്നെ പൊട്ടില്ലെന്ന് എനിക്കറിയാം, നിന്റെ തോട്ടിക്കാൻ എൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. എന്താ പേര്? മീനാക്ഷി. മീനൂന്ന് വിളിക്കും. ഞാൻ പാമ്പാടി രാജനെ വിളിക്കും. ചേട്ടന്റെ ഒരു തമാശ. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് കുഞ്ഞപ്പൻ എന്നാ. പക്ഷെ ഞാൻ എന്നെ മംഗലാകുന്ന് കാരനെ വിളിക്കും. അതിൽ നല്ല മംഗലം കരിഞ്ഞാണെന്നാ. എന്തിനാ അവന്റെ തോട്ടിക്കോല കൊണ്ട് അടിമേടിക്കാൻ നിൽക്കുന്നത്? പിന്നെ എവിടെയാ പഠിക്കുന്നത്? ബാംഗ്ലൂരിലാ. ബാംഗ്ലൂരാനല്ല, പിന്നെ ബാംഗ്ലൂര്. ഓ, ബാംഗ്ലൂര്. വല്ലപ്പോഴും നാക്ക് പഠിക്കണം കൊച്ചേ. ആന നാക്ക് പഠിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ നാക്ക് പഠിക്കുന്നേ? അതൊക്കെ പോട്ടെ, എന്നെ ഇഷ്ടായോ? അവന്റെ പരിപാടിയാ. അയ്യോ, എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്? ഇവിടെ ഒരു മംഗളകാര്യം നടക്കുന്നതിനിടയ്ക്ക് ഇവിടെ ഇരുന്ന് ഇതുപോലെയുള്ള വൃത്തികെട്ട പാട്ടിട്ട് ഈ ചടങ്ങ് കുളവാക്കേണ്ട എന്ത് കാര്യം ഇരിക്കുന്നതാണ്? നീ ഏരാടാ?
ഞാൻ ബ്രോക്കർ. നീ ബ്രോക്കറാണോ? നീ ഞാൻ ആരാ? ഉടമസ്ഥനാ. ആ ഈ വീടിന്റെ ഉടമസ്ഥൻ. എടാ ഇത് എന്റെ പറമ്പ്, എന്റെ വീട്, എന്നിട്ട് ഇവര് വാടക തരുന്നില്ല. വാടക എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. ഞാൻ സെറ്റ് എടുക്കും, വാടകയ്ക്കിടും, പാട്ടിടും. നീ ആരാടാ ചോദിക്കാൻ? ഓടാ. ആഹാ, ഒന്നുമില്ല. പിന്നെ സോമനാണെങ്കിൽ വന്നേ. പുള്ളിയുടെ വീട്, പുള്ളിയുടെ സ്ഥലം, പുള്ളി വാടകയ്ക്ക് എടുത്തേക്കുന്ന കോളാമ്പി നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വിട്ടുകളാ. നിങ്ങൾ രഹസ്യങ്ങൾ പറ. മോനെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്ന് എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം? ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട, ഒരു തെളിവിന് പോലും ബാക്കിയില്ലാതെ തന്നെയും പോയി. നീ വെറും ഒരു പെണ്ണ. എത്ര മുറുക്കി കുത്തിയാലും ഏതെങ്കിലും ഒരു ആണിന്റെ കൈകൊണ്ട് ഒരു ദിവസം ഈ മടിക്കുത്തഴിയും കച്ചവടത്തിന് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും തെണ്ടണ കാഴ്ച ഞാൻ തന്നെ കാണേണ്ടി വരും. എന്താ എടാ മഹാഭാവി, കുടുംബ കലക്കോടാണ്. വിട്ടുകളാ, നമ്മളെ ചടങ്ങ് നടക്കട്ടെ. അല്ല ഈ ചെറുക്കന്റെ അച്ഛൻ എന്താ ജോലി? അയ്യോ, ചെറുക്കൻ്റെ അച്ഛൻ പറഞ്ഞ അവരൊക്കെ വലിയ തറവ, അവർക്ക് ഫോറസ്റ്റിലാന്ന്. ആണോ? കാട്ടുമൂപ്പരാണോ? എന്റെ അച്ഛൻ അങ്ങ് ഫോറസ്റ്റിലേ. മരമിട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കണ്ണൂരി വെച്ചെന്ന അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടന് 2 തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. ഈ വക കാര്യങ്ങളൊന്നും നീ എന്നോടൊന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. അയ്യോ ഞാനല്ല, അവിടെ. എടാ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മളെ ഇടപെടേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ പ്രോപ്പർട്ടി ഇല്ല, അത് നടക്കട്ടെ. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. മോളെ ഇങ്ങി വന്നേ. അതെനിക്ക് കുറച്ച് കാര്യം കൂടി ചോദിച്ചു. പിന്നെ ചേട്ടാ, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് എവിടെ പോണം? ഹണിമൂണിനോ? നമ്മള് നേരെ ഗുരുവായൂർ ഒറ്റ പോക്കാണ്. അവിടെ ആവുമ്പോ ആലക്കൊട്ടിലുണ്ട്, ആലയോട്ടമുണ്ട്, ആലയൂട്ടുണ്ട്, ആനയുടെ ചവിട്ടുമുണ്ട്. ഓ ചേട്ടാ, ഇവിടെയൊക്കെ പോയി കഷ്ടപ്പെടുന്ന എന്തിനാ വെറുതെ? ചേട്ടന്റെ മുഖത്തോട് ഇങ്ങനെ നോക്കിയിരുന്നാ പോരെ? എല്ലാം കാണാന്നേ. ഞാൻ അതല്ല ചോദിച്ചത്, നമുക്ക് കേരളത്തിന് വെളിയിൽ എവിടെങ്കിലും പോകാന്ന്. കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും പോവുന്നോ? ഹരിയാന, തെലുങ്കാന, ലുധിയാന, ആനയുടെ പേരുള്ള മുഴുവൻ സ്ഥലങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ, ഇവിടെയൊക്കെ പോയിട്ട് എന്ത് കാട്ടാനാ? കാട്ടാനോന്നല്ല, അവിടെയൊക്കെ പോയാ എന്തെങ്കിലും കാണാനുണ്ടോ? മോളെ നീ വന്നേ. മോൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആണോ? ഈ മോളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാ ചെറുക്കനെ കുറിച്ച്? എന്റെ എടാ, നിനക്കൊരു വിഗ് വെച്ചിട്ട് വരാൻ പാടില്ലടാ മരപ്പട്ടി. ആന വിഗ് വെക്കുന്നില്ലല്ലോ. ആന വിഗ്? ഓ എന്റെ പൊന്നു സുഹൃത്തേക്ക് എന്റെ അവസ്ഥ. ചെറുക്കന്റെ ബന്ധുക്കാരെ കുറിച്ചും ചെറുക്കന്റെ ആസ്തിയെ കുറിച്ചും ഒന്നു പറഞ്ഞാൽ. എന്റെ ആസ്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണിന്റെ ജന്മി ഞാൻ, 6 അടി മണ്ണിന്റെ ജന്മി. എനിക്ക് ഇതുപോലെ അയൽവക്കാനുള്ള വീട്ടിൽ എനിക്ക് പെണ്ണിനെ വേണ്ട. വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇവിടെ വന്ന് താമസിക്കാനുള്ളതല്ലേ? അത് ശരി. പോലെ ഇരിക്കുന്നത് നീ ഇവിടെ ദത്ത് നിൽക്കാമെന്നാണോ? ബ്രോക്കറെ വലിയ വർത്താനൊന്നും പറയണ്ട, എനിക്ക് ഈ പെണ്ണിനെ വേണ്ട. ഇങ്ങോട്ട് വരാൻ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. 5 മിനിറ്റ് കഴിയുമ്പോ കറണ്ട് പോകും. അപ്പൊ അവന്റെ സോക്കേട് തീരും. ജനറേറ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. മഹാഭാവി ഒരുമിട്ടിറങ്ങിയേക്കുവാ. ചെറുക്കൻ ഇടഞ്ഞു നിൽക്കുവാ. ഇടഞ്ഞു കഴിഞ്ഞപ്പോ 4-5 പേരെ നെഞ്ചത്തെങ്ങനെ കുത്തിയിറക്കാൻ സാധ്യതയുണ്ട്. കൊമ്പ് കുത്തിയിറക്കും. പിന്നെ ഇടയ്ക്കത്തില്ല, തോട്ടിക്കോലെന്റെ കയ്യിലാണല്ലോ. തോട്ടിക്കോലുമായിട്ട് പോ. എടാ പരമദ്രോഹി, ദ്രോഹം ചെയ്യല്ലേ. ഇവിടെ ഇന്ന് എന്റെ കല്യാണം നടക്കത്തില്ല. അതുകൊണ്ട് എന്റെ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ബൈ ഡാഡി. അതാ നല്ലത്. നോക്കോ. ഹലോ, ബസ് സ്റ്റോപ്പിലേക്ക് വാ. ആ, ഞാൻ ദേ വേഗം വരുന്നു. ഇത് എന്റെ വീട്, വാ കേറി വാ. കൊള്ളാം, സംഭവം കൊള്ളാം.
പക്ഷെ കുറച്ചുകൂടെ ഓളിയും വേണം കേട്ടോ. നല്ല ശബ്ദത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഇതാണല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കൊണ്ട് തന്ന സ്ഥലം. ഞാൻ ശോശാമ്മ നടക്കുന്ന 40ഓളം സംഘം ഇവിടെ കുത്തിയിരുന്ന് കപ്പയും പിന്നെ കഴിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ, 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 കൈവിട്, സൂചിപ്പിക്കല്ലേ. 41 ദിവസത്തെ കൂട്ടുപവാസമാണോ? പിന്നെ 41 ഉപവാസമാണ്. ഇനി ആൾക്കാർ വരുമോ? പിന്നെ വരാനുള്ളതേ ഉള്ളൂ. ആണോ? എന്നൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഈ വീട് മാറുക. പോയേക്കോ വീട്ടിൽ നിന്ന്. സന്തോഷം. സന്തോഷമല്ല, ഞാൻ വണ്ടി വിളിച്ചോണ്ട് വരട്ടെ ഇതെല്ലാം കൂട്ടൊക്കെ കേട്ടോ. പോയേക്കോ, ഇന്ന് തന്നെ മാറുക. താക്കോലൊക്കെ തന്ന് വണ്ടി വിളിച്ചോണ്ട് വരാം. ഞാൻ താഴെ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. വേണ്ട, പ്രാർത്ഥന മതി. 41 ദിവസം ഇയാളുടെ കൈവച്ച് പ്രാർത്ഥിക്കും. അവിടുത്തെ കർത്താവിനോട് നന്ദി പ്രകീർത്തിക്കുവിൻ. അവിടുത്തെ കർത്താവിനോട് നന്ദി പ്രകീർത്തിക്കുവിൻ. നന്ദിയുടെ വാചകം വീണ്ടും നമ്മൾ പറയുന്നു. മതി 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 മതി. ഇവരെ പോകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് വന്നത്. കാരണം പ്രാർത്ഥനയൊക്കെ കലക്കി ആള് കാലിയായി. സന്തോഷം. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങൾ അങ്ങനെ പോകും. എന്താ ഞങ്ങൾ അങ്ങനെ പോകും? ഇറങ്ങുമല്ലേ? ഞാനും ശോശാമയും അടങ്ങുന്ന ഈ 41ഓളം സംഘങ്ങൾ ഇവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. കാരണം 7-8 വർഷമായി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഇടം തേടി ഞങ്ങൾ നടക്കുമായിരുന്നു. ഈ ഇടം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി. അതുകൊണ്ട് ഇനിയുള്ള കാലം ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടേക്ക് തന്നെ ആയിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർ, ഇതുപോലെ തന്നെ നമ്മുടെ ട്രൂപ്പിൽ ഗായികമാരുടെ വോയിസും പിന്നെ നടന്മാരുടെയൊക്കെ ശബ്ദവും ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു കലാകാരനുണ്ട്, പാലക്കാടുകാരൻ ബൈജു. അദ്ദേഹത്തിനെ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ വിളിച്ചു വരുത്തിയതാണ്. കാര്യം അസൽ പെർഫോമറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇവൻ്റെ വെറൈറ്റി വോയിസ്, അതായത് ഇപ്പോൾ സിദ്ദിഖ് സാറിൻ്റെ പിന്നെ ഏത് വോയിസും എങ്ങനെ സംസാരിക്കുന്നു വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. ഇതിപ്പോൾ സാറിൻ്റെ ശബ്ദമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ സാറൊരു ഐറ്റം കഴിഞ്ഞ് അതിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സാറ് പറയുന്ന സമയത്ത് തന്നെ സുരാജണ്ണൻ ഇടയിൽ കയറി പറയും. അപ്പോൾ അതും അവിടെ നിർത്തിച്ചിട്ട് സാറ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ സുരാജണ്ണ സപ്പോർട്ട് ചെയ്യണം. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ജോബി കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കോമഡി ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ലേഡി ക്യാരക്ടറൈസേഷൻ അത് വളരെ കറക്റ്റായിരുന്നു. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ സുരാജ് പറഞ്ഞത് കറക്റ്റാണ്, ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് മാത്രം ഈയിടെയായിട്ട് ഒന്നും കറക്റ്റാവില്ല. പക്ഷെ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയും കാണാം. ഇനി ഇതുപോലെ തന്നെ കമലഹാസൻ്റെ ഏത് സിനിമയാണ്? ഗുണ സിനിമയിൽ കമലഹാസൻ പാട്ട് പഠിപ്പിക്കുന്നത് അല്ലേ? കമലഹാസനും ജാനകി അമ്മയും കൂടി ഒരു പാട്ടുണ്ട് അതിൽ. അന്നത്തെ കാലത്ത് വളരെ ഹിറ്റായിട്ടുള്ളൊരു ഗാനമാണ്. അപ്പം അതിൻ്റെ ഒരു 4 വരി. കൺമണി അൻപോട കാതലൻ നാൻ നാൻ എഴുതും ലെറ്റർ ചി മടൽ വേണ കടുതമേർക്കട്ടും പടി. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. பாட்டு எழுதப்படுத்திட்டியா? இனி பொன்மணி போட்டுக்கோ. பொன்மணி உன் வீட்டில் சௌக்கியமா? நான் நான் இங்கு சௌக்கியம். படி. പൊന്മണി വീട്ടിൽ സൗഖ്യമാ, ഞാൻ ഇങ്ങ് സൗഖ്യമേ. ഇനി സാറിന് വളരെ അടുത്ത് നിങ്ങൾ ഒരുമിച്ചൊക്കെ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ടുള്ള മലയാള സിനിമയിലെ നമ്മുടെ ആരാണ്? നാരായണൻകുട്ടി ചേട്ടൻ. നാരായണൻകുട്ടി ചേട്ടൻ്റെ വോയിസ് അന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന നാരായണൻ ചേട്ടനായിരുന്നു. എൻ്റെ പൊന്നമ്മച്ചി കുന്നോളത്തിൻ്റെ മാപ്പിലൊന്നും കുന്നോളത്തിൻ്റെ മാപ്പില്ലെന്ന് ഈ ഒരു സസ്പെൻഷൻ കൂടി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ പാലക്കാടേക്ക് വന്നെ പറഞ്ഞിരിക്കുന്നു. കുടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. മോളെ സംഗീത ഒരു പാട്ടോട് മോളെ ഒക്കെ വേണ്ട. ചിരിക്കും ചിന്തയ്ക്കുമൊപ്പം ഒരുപാട് സർപ്രൈസുകളുമായി നമുക്ക് വീണ്ടും കാണാം ഭീമ സിനിമ ചിരുമയിൽ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഗുഡ് ബൈ.